ഗേൾസ്, വെൽക്കം ബാക്ക് ടു ഗ്ലാമികൾ അനിത്ര. ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത് അടിപൊളി ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. എങ്ങനെ ഒരു മേക്കപ്പ് ചെയ്ത് ഒരു മാരേജ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു അടിപൊളി ഫംഗ്ഷൻ എങ്ങനെ പോകാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണണം, വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി ഇടാൻ മറക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഫേസൊക്കെ ക്ലെൻസ് ചെയ്തതിന് ശേഷം സ്കിൻ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ ലിപ്പ് ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സെബാമെഡിൻ്റെ ബേബി ലിപ് ബാമാണ്. അതിനുശേഷം ഗുഡ് വൈബ്സിൻ്റെ ഒരു ടോണർ യൂസ് ചെയ്യുന്നുണ്ട്. ആ ടോണറിൻ്റെ ക്യാപ്പൊക്കെ പോയിരുന്നു. അപ്പോൾ ടോണർ ക്യാപ്പ് പോയതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ സ്കിന്നിലൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്കിന്നൊന്ന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണിത്. അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അഡ്വാൻസ്ഡ് ക്ലിനിക്കൽസിൻ്റെ ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഹൈഡ്രേറ്ററാണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു അടിപൊളി ഹൈഡ്രേറ്ററാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ ഒരു പമ്പ് എടുത്തതിന് ശേഷം അത് നന്നായിട്ട് മുഖത്തൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സർക്കുലർ മോഷൻ മസാജ് കൊടുത്ത് നമ്മളൊന്ന് മസാജ് ചെയ്ത് വിടുകയാണ്. എന്നിട്ട് ഒരു 1 മിനിറ്റോളം അതൊന്ന് സ്കിന്നിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വോ ഫിറ്റിംഗ് പോർ ബേസ് 3 മിനിറ്റ് എന്ന് പറയുന്ന ഒരു പ്രൈമറാണ്. മെയ്ഡ് ഇൻ കൊറിയ. നമ്മുടെ സ്കിന്നിലുള്ള പോർസിനെ ഒന്ന് മിനിമൈസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഈ പ്രൈമർ അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ലൊരു അടിപൊളി പ്രൈമർ തന്നെയാണിത്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് സ്കിന്നിൽ മസാജ് ചെയ്ത് വിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നാൽ മാത്രമേ ഇത് സ്കിന്നിൽ നന്നായിട്ട് അബ്സോർബ് ആവത്തുള്ളൂ. അതിനുശേഷം മാത്രമേ നമുക്ക് ഒരു കൺസീലർ അല്ലെങ്കിൽ ഒരു കളർ കറക്റ്റർ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്കിൻ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. മേക്കപ്പിന് തൊട്ട് മുമ്പുള്ള സ്കിൻ പ്രിപ്പറേഷൻ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇതൊന്ന് നമ്മുടെ സ്കിന്നിൽ ഒന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 to 2 മിനിറ്റ്സ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു കളർ കറക്റ്ററാണ്. ഡെർമയുടെ ഒരു കളർ കറക്റ്ററാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിലുള്ളൊരു ഡാർക്ക് സർക്കിൾസ് പോലെ കാണപ്പെടുന്ന ഭാഗങ്ങൾ, ഡാർക്കായിട്ടുള്ളൊരു, അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും സൺ ടാനൊക്കെ ആയിട്ടിട്ട്. അപ്പോൾ ആ ഒരു സ്കിന്നിൻ്റെ ടോൺ ഒന്ന് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കളർ കറക്റ്റർ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് സൺ ടാനൊക്കെ വന്നതിന് ശേഷം ഡാർക്കായിട്ട് കാണപ്പെടുന്ന, നമ്മൾ ഫേസ് ഒന്ന് കണ്ണാടിയിൽ നോക്കുമ്പോൾ തന്നെ ഒരു ഡാർക്കായിട്ട് കാണപ്പെടുന്ന ഭാഗങ്ങളിലെല്ലാം ഈ കളർ കറക്റ്റർ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ കുറച്ച് ഭാഗങ്ങളിൽ എനിക്ക് താടിയിലൊക്കെ കുറച്ച് കളർ കറക്ഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ഞാനൊരു ഈ ഒരു കളറ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് കൺസീലിംഗ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കൺസീലർ, ഡെർമയുടെ തന്നെ കൺസീലർ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ കളർ കറക്റ്റർ ഇട്ട ഭാഗങ്ങളിലെല്ലാം ഈ കൺസീലർ കൊണ്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ആരും പേടിക്കേണ്ട, ഇത് ഞാൻ തന്നെയാണ്. അപ്പോൾ
അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ബേസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗ്ലാംസ് മേക്കപ്പിൻ്റെ ഫ്ലൂയിഡ് ഫുൾ എന്ന് പറയുന്ന ഒരു കവറേജ് ഫൗണ്ടേഷനാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഒരു മാറ്റ് ലുക്ക് തരുന്ന ഒരു ഫൗണ്ടേഷനാണ്. അടിപൊളി കവറേജാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഗോൾഡൻ 226 എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇത് മെയ്ഡ് ഇൻ ഇറ്റലിയാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫൗണ്ടേഷൻ തന്നെയാണ്. ഞാനിവിടെ എടുത്തപ്പോൾ കുറച്ചൊന്നും കൂടി പോയി, ഇത്രയും എടുക്കേണ്ട ആവശ്യമില്ല, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. ഞാനിങ്ങനെ എടുത്ത ഈ ഫൗണ്ടേഷൻ ഒരു ഫിംഗർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബേസ് ഏകദേശം ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ ഈ ഒരു മേക്കപ്പിൻ്റെ ബ്രഷ് യൂസ് ചെയ്തതിന് ശേഷം ഒരു ട്രാൻസ്ലൂസൻറ്റ് ഓർ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന കോമ്പാക്റ്റ് പൗഡറാണ്. കോമ്പാക്റ്റ് പൗഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് മുഖത്ത്. പൗഡറൊക്കെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഇതുപോലൊരു ബ്രഷ് എടുത്തതിന് ശേഷം നമ്മുടെ അണ്ടർ ഐസിൻ്റെ ആ ഭാഗത്ത് ഒന്നുകൂടി ആ പൗഡർ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ അവിടെ ഒന്ന് സ്മഡ്ജ് ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വിയർപ്പൊക്കെ പെട്ടെന്നുണ്ടാകുന്ന ഭാഗമാണ് ആ ഒരു ഭാഗം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവിടെ ഇതുപോലുള്ളൊരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൗഡർ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ അത് സ്മഡ്ജായി പോകാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഞാൻ എസൻസിൻ്റെ ബ്രോ പൗഡർ യൂസ് ചെയ്തിട്ട് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ഐബ്രോസ് ഭയങ്കര തിന്നാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു ഡാർക്ക് പൗഡർ അല്ലെങ്കിൽ ഐ ഷാഡോ പൗഡർ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് ലൈൻ ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഐബ്രോസ് കണ്ടില്ലേ, ഇപ്പോൾ രണ്ടാമത്തൊന്ന് ഞാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയുണ്ട്. അപ്പം ഭയങ്കര വ്യത്യാസം തോന്നില്ല. ഇനി അടുത്ത് നമുക്ക് ഐ മേക്കപ്പിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് റെവല്യൂഷൻ പ്രോ എന്ന് പറയുന്ന ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഐസ് ഒന്ന് കോണ്ടൂർ ചെയ്ത് കൊടുക്കുകയാണ്. 2 ഐസും ഇതുപോലെ ഒന്ന് കോണ്ടൂർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് ലിഡ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അടിപൊളി ഒരു ഡ്രസ്സിനോട് മാച്ചപ്പായി പോകുന്നൊരു ഷെയ്ഡാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് 2 ഐസും നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ശേഷം സെയിം ആ ഒരു കളറിൻ്റെ തന്നെ ഷിമറി ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ആ ലിഡിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഞാനൊരു ഗോൾഡൻ ഷിമറി ഷെയ്ഡും ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് മുകളിലൂടെ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എങ്ങനെയുണ്ട് കൊള്ളാമോ? നെക്സ്റ്റ് ഞാൻ ആ കോണ്ടൂർ ചെയ്ത ആ ഒരു കളർ വെച്ചിട്ട് താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇന്നർ കോർണറിലും ഐബ്രോസിൻ്റെ കുറച്ച് താഴെയായിട്ടും നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഐലൈനറാണ്. ഞാനിവിടെ ഒരു ഇൻറ്റൻസ് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു പെൻ ലൈനറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്.
വാലിട്ടും കോണിട്ടും അങ്ങനെ ഞാനിവിടെ ഐലൈനർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ കാജലാണ് യൂസ് ചെയ്യുന്നത്. ഞാനൊരു എസൻസിൻ്റെ തന്നെ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കാജലാണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര അടിപൊളി ഒരു പെർഫെക്ഷനും നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാജലാണിത്. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് ലുക്ക്, ഒരു പ്രോമിനൻ്റ് ഐ ലുക്ക് തരാൻ വേണ്ടിയിട്ട് ഈ ഒരു കാജലിന് പറ്റും. ഞാനിവിടെ ലോവർ വാട്ടർ ലൈനിലും അപ്പർ വാട്ടർ ലൈനിലും നന്നായിട്ടൊന്ന് കാജൽ വെച്ചിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ആ ഒരു വാട്ടർ ലൈനിൻ്റെ ആ ഒരു ഭാഗം ഞാൻ നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. സ്മഡ്ജ് ഔട്ട് ചെയ്യുമ്പോൾ വേറൊരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഐ മേക്കപ്പ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി മസ്കാരയുണ്ട്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഒന്നുകൂടി ഈ ഒരു ലിപ് ബാം ലിപ്പിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ലിപ്പ് മേക്കപ്പ് തുടങ്ങാം. മിസ് ക്ലെയറിൻ്റെ തന്നെ ഒരു ലിപ്പ് ലൈനറാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഇന്ത്യൻ റെഡ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡ്. നല്ലൊരു എനിക്കത് തോന്നിയിട്ടുള്ളത് റെഡായിട്ടല്ല, ഒരു പീച്ച് പിങ്ക് കളറിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇഷ്ടപ്പെട്ട നല്ലൊരു കളറാണിത്. നെക്സ്റ്റ് ഞാൻ ഹെങ്ഫങ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു കളർ ലിപ്സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഒരു ന്യൂഡ് ഷെയ്ഡാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കളറാണ്. നെക്സ്റ്റ് ഞാൻ ചബ്ബി ചിക്സ് ഒന്ന് കളയാൻ പോവുകയാണ്. എനിക്കിത് ഇഷ്ടമല്ല. ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് ഞാനിവിടെ കോണ്ടൂർ ചെയ്യാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഒന്ന് കോണ്ടൂർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം നമ്മുടെ ആ കവളിനെ ഒന്ന് മിനിമൈസ് ചെയ്യാൻ പറ്റും ഈ ഒരു കോണ്ടോറിങ് ടെക്നിക്ക് വെച്ചിട്ട്. ഇറ്റ്സ് വർക്കിംഗ്. ആ ജോ ലൈനും കൂടി ജസ്റ്റ് ഒന്ന് കോൺട്രോൾ ചെയ്ത് വിടുകയാണ്. നെക്സ്റ്റ് ഞാൻ എസൻസിൻ്റെ തന്നെ ക്രേസി വോളിയം മസ്കാര യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ലാഷസിനെ ഇങ്ങനെ ഒന്ന് ഗ്രൂം ചെയ്തെടുക്കുകയാണ്. ഇത് ഡെയിലി യൂസിന് പറ്റിയൊരു മസ്കാരയാണ്. ഭയങ്കര ഒരു തിക്ക് ലുക്ക് തന്നെ. ഞാൻ ഇവിടെ ഒരു 3 കോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലാഷസ് നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല. ഭയങ്കര ഒരു തിക്ക് വോളിയമൈസിങ് ആയിട്ടുള്ള ഒരു ലാഷസ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. കാരണം ഞാനിവിടെ ചരിഞ്ഞ് ഒന്ന് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ലാഷസ് വെക്കേണ്ട ആവശ്യമേ ഇല്ല. ഭയങ്കര ഒരു തിക്ക് ലുക്കാണ് നമുക്കിതിവിടെ കിട്ടിയിരിക്കുന്നത്. എനിക്ക് ലാഷസ് ഭയങ്കര കുറവാണ്, കണ്ടില്ലേ? ഭയങ്കര ഒരു തിക്ക് ലുക്കാണ് ഇവിടെ ഈ ഒരു മസ്കാര യൂസ് ചെയ്തപ്പോൾ എനിക്കിവിടെ കിട്ടിയത്.
നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ബ്ലഷ് ചെയ്യാണ്. എല്ലാ കളേഴ്സിൻ്റെ പാലറ്റാണിത്. ഇതിലൊരു ബിസ്ക്കറ്റ് കളർ യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് ചീക്സിലും നോസിലും ചിന്നിലും ഒരു ചുവന്ന് തുടുത്ത ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ബ്ലഷ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ വെറ്റ് ആൻഡ് വൈഡിൻ്റെ ഒരു പൗഡർ ഇലുമിനേറ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഹൈലൈറ്റിങ്ങിന് വേണ്ടിയിട്ട്. നമ്മുടെ നോസും ചീക്സിലൊക്കെ ഒരു ബൾബ് കത്തിയ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ഹൈലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ലൈറ്റിൻ്റെ ഒരു റിഫ്ലക്ഷൻ കിട്ടുന്ന രീതിക്കാണ് ഈ ഒരു ഹൈലൈറ്റിംഗ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നോസിലും ആ ചിന്നിലും ആ നെറ്റിയിലും ചീക്സിൻ്റെ തൊട്ട് മുകളിലുമായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ ആ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ലുക്ക് കിട്ടിയത്. നെക്സ്റ്റ് ചെയ്യുന്നത് ഞാൻ നോസ് ഒന്ന് കോണ്ടോർ ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ നോസ് വളഞ്ഞിരിക്കുന്ന ഈ നോസിനെ ജസ്റ്റ് ഒന്ന് നിവർത്തി എടുക്കുന്നതാണ് ഈ നോസ് കോണ്ടോറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് എൻ്റെ ഈ നോസ് ഒന്ന് കോണ്ടോർ ചെയ്തെടുക്കുകയാണ്. ഭയങ്കര ഒരു ഡിഫൈൻഡ് ആയിട്ടൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കോണ്ടോറിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ നോസിന് ജസ്റ്റ് ഒരു വളവുണ്ട്. അപ്പോൾ ആ ഒരു വളവിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിവർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നിക്ക് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ മേക്കപ്പ് ലുക്ക് ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം റെഡിയല്ല, കഴിഞ്ഞിരിക്കുകയാണ്. ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രിപ്ഷൻ തികച്ചും ഫ്രീ ആണ്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി ഇടാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. ബൈ.